ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ് അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത്. രാഹുൽ എന്നെ സംബന്ധിച്ച് എൻ്റെ നല്ലൊരു സുഹൃത്താണ്. 1:08 നടക്കുന്ന ഒരു സംഭാഷണമാണത്. ഒരു നിമിഷം മുമ്പ് തന്നെ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. രാഹുലിനെ കൊണ്ട് രാജിവെപ്പിക്കുക എന്നുള്ളതാണ് ഗണനീയമായിട്ടുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങൾ വനിതയുടെ മേലെ ഉണ്ടാകാൻ പാടില്ല. ഒരു നിമിഷം പോലും വൈകാതെ MLA സ്ഥാനം രാജിവെച്ച് പറ്റിയ തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞിറങ്ങിപ്പോകേണ്ട ഒരു സാമാജികൻ ഒരു വാട്സാപ്പ് ചാറ്റ് വെച്ച് പ്രതിരോധം തീർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തന്ത്രമല്ല, ഒന്നാന്തരം കുതന്ത്രമാണ്. അവന്തികയുടെ ചാറ്റുകൾ മാത്രമല്ല, പുറത്തുവിടാൻ ഇനിയും ചാറ്റുകൾ ഉണ്ട് എന്നിപ്പോഴുള്ള ഇരകളോട്, വരാനിരിക്കുന്ന ഇരകളോട് വിരട്ടലാണ്. ഉമാ തോമസും വനിതാ നേതാക്കളും അടക്കം കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം രാജി ആവശ്യപ്പെട്ട് പരസ്യമായ രംഗത്ത് വരുമ്പോഴും ഇന്നും MLA ബോർഡ് വെച്ച കാറിൽ പുറത്തിറങ്ങാൻ രാഹുൽ കിട്ടുന്ന ധൈര്യം എങ്ങനെയാണ്? ആരാണിപ്പോഴും രാഹുലിനെ കാക്കുന്നത്? രാജിവെക്കണമെന്ന കർശന നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് നേതൃത്വത്തോട് പാലക്കാട് MLA വിലപേശുകയാണോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, CPM നേതാവ് ശ്രീ ജിൻഡോ ജോൺ, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ ചർച്ചയിലേക്ക് വരും മുൻപ് പരാതിക്കാരി രാഹുലിനെതിരെ ഗുരുതരമായ പരാതി ഉന്നയിച്ച അവന്തിക ആദ്യം ഒന്ന് ചേരുന്നു. ശ്രീ അവന്തിക, കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ അവന്തിക ഉന്നയിച്ചത് ഒരു ഗുരുതരമായ പരാതിയാണ്. ഒരു വനിതയ്ക്കും ഒരു ട്രാൻസ് വ്യക്തിത്വത്തിനും ഒരു വ്യക്തിത്വത്തിനും നേരിട്ട് കൂടാത്ത ഗുരുതരമായ ഒരു അനുഭവം പങ്കുവെക്കുകയായിരുന്നു അവന്തിക. പക്ഷേ ആ പരാതിയുടെ വിശ്വാസ്യത ഒന്നാകെ ഇല്ലാതാക്കി കളയുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്ന നിലയ്ക്കായിരുന്നോ ആ ശ്രമമാണോ രാഹുൽ ഇന്ന് നടത്തിയത്, രാഹുൽ മാങ്കൂട്ടം നടത്തിയത് അവന്തിക? തീർച്ചയായും ആ വോയിസ് ക്ലിപ്പ്, ആ കോൾ റെക്കോർഡ് എന്ന് പറയുന്നത് അതിന് മുന്നേ, ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കുന്നതിന് മുന്നേ ഞാൻ മാധ്യമപ്രവർത്തകനോട് സംസാരിച്ച റെക്കോർഡിംഗ് ആണ്. അതേ മാധ്യമപ്രവർത്തകന്റെ അടുത്താണ് ഞാൻ പിന്നീട് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തി സംസാരിക്കുന്നത്. ആ സമയത്ത് എനിക്ക് ഭയമായിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് സംസാരിക്കാതിരുന്നത്. അന്ന് എനിക്ക് അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തത്. പിന്നീട് അത് മറ്റുള്ള വ്യക്തികൾ വെളിപ്പെടുത്തി വന്നപ്പോൾ എനിക്കും അങ്ങനത്തെ അനുഭവം ഉണ്ട് എന്ന് ഞാൻ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയുണ്ടായത്. അയാളുടെ ലൈംഗിക വൈകൃത സ്വഭാവമാണ് ഞാൻ തുറന്നു കാണിച്ചത്. അത്തരത്തിലല്ല എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ അതിനുശേഷവും ഇപ്പോഴും എന്നെ സോഷ്യൽ മീഡിയയിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം അടച്ചാക്ഷേപിക്കുകയും എന്നെ വേട്ടയാടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വേട്ട നമ്മുടെ കേരളത്തിന്റെ ഒരു ദൗർഭാഗ്യമാണ്. വേട്ടയാടിക്കൂടാ. അത്തരത്തിൽ ഇരകളെ, ഏതിരകളാണെങ്കിലും എല്ലാ നീതിയുടെ സീമകൾ ലംഘിച്ച് വേട്ടയാടുക എന്നുള്ളതൊരു ശീലമാണല്ലോ. അവന്തിക ധൈര്യമായി നിൽക്കും. പക്ഷേ ഈ അവന്തിക ഇപ്പം ഇന്നിപ്പോൾ ഓഗസ്റ്റ് 24 ഓഗസ്റ്റ് 1 തീയതിയാണ് അവന്തിക ആ റിപ്പോർട്ടർ ഫോണിൽ വിളിക്കുന്നത്. റിപ്പോർട്ടർ വിളിച്ച് അവന്തിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ രാഹുലിൻ്റെ വെർഷൻ, അവന്തിക അപ്പോൾ തന്നെ ഈ റിപ്പോർട്ടർ വിളിച്ച് ഫോൺ കട്ട് ചെയ്തപ്പോൾ തന്നെ രാഹുലിനെ വിളിച്ചിട്ട് ചേട്ടനെ കൊടുക്കാൻ എന്തെങ്കിലും ശ്രമമുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പറയുന്നു. കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് അവന്തിക തന്നെയാണ് പറയുന്നതെന്നാണ് പറയുന്നത്. റിപ്പോർട്ടറോട് ചോദിക്കാൻ കഴിയുമോ എന്ന് രാഹുൽ ചോദിക്കുമ്പോൾ വിളിച്ചോളൂ എന്ന് രാഹുൽ പറയുന്നു. രാഹുൽ എന്നെ സംബന്ധിച്ച് നല്ല സുഹൃത്താണ്, മോശമായി സംസാരിച്ചിട്ടില്ല എന്ന് അവന്തിക ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുമുണ്ട്. ഇതൊക്കെ സത്യമാണോ അവന്തിക? ആ സമയത്ത് ഞാൻ സംസാരിച്ചത് രാഹുൽ എന്നെ സംബന്ധിച്ച് നല്ലൊരു സുഹൃത്താണ്, എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല എന്ന് പറഞ്ഞാണ് റിപ്പോർട്ടർ സംസാരിക്കുന്നത്. റിപ്പോർട്ടർ എന്നെ ഡയറക്റ്റ്ലി വിളിച്ചതല്ല, അതൊരു കോൺഫറൻസ് കോളാണ്. അതിൽ വേറെ 2 പേരും അതിലുണ്ടായിരുന്നു, ഇൻക്ലൂഡഡ് ആയിരുന്നു. അങ്ങനെയുള്ളൊരു കോളായിരുന്നു എനിക്ക് വന്നത്. അന്ന് സംസാരിച്ചത് അങ്ങനെ തന്നെയാണ്. പിന്നീടാണ് എനിക്ക് ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു മുഖം കൂടി ഉണ്ടെന്ന് തുറന്നു കാണിക്കാൻ സ്റ്റേജ് കിട്ടിയ സമയത്താണ് ഞാൻ അത്തരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത്. അതായത് പലരോടും രാഹുലിന് ബന്ധമുണ്ട് എന്നറിയുന്നതാണ് അവന്തികയെ വേദനിപ്പിക്കുന്നത്, ആണോ? തീർച്ചയായും പലരിടത്തും ഇങ്ങനെ തന്നെയാണ് ഇയാൾ ബിഹേവ് ചെയ്യുന്നത്. അതിന് മുന്നേ എൻ്റെ അടുത്ത് മാത്രമുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിനുശേഷം ആ നടിയുടെ ഉൾപ്പെടെ മറ്റുള്ള വ്യക്തികളുടെയൊക്കെ തുറന്നു പറച്ചുകൾ വരുന്നത്. ആ സമയത്തും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും എനിക്ക് ധൈര്യമില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം എൻ്റെ പേഴ്സണൽ ഫോട്ടോസും എൻ്റെ പേഴ്സണൽ ലൈഫിലേക്കും കയറി ഇവർ എന്നെ വേട്ടയാടുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസിന്റെ സൈബർ പോരാളികളായാലും അല്ല ഇയാളെ അനുകൂലിക്കുന്ന ആരായാലും എന്നെ വേട്ടയാടുകയാണ് ചെയ്യുന്നത്. അവന്തിക എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ വിളിച്ചതിന് പിന്നാലെ രാഹുലിനെ അങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ ഒരു ചേട്ടനെതിരെ ഗൂഢാലോചന നീക്കമുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് എന്ന ഒരു രാഹുലിന്റെ വെൽവിഷറെ പോലെ സംസാരിക്കാനുള്ള കാരണം എന്താണ് അവന്തിക?
കാരണം എനിക്ക് രാഹുലിനെ ഭയമായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ഈ ഒരു ന്യൂസ് ഇയാളിൽ നിന്ന് ഇങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടെന്ന് റിപ്പോർട്ടർ എങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ആ ന്യൂസ് എങ്ങനെ ലീക്കായെന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അയാളെ വിളിച്ച് സംസാരിച്ചത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ വോയിസ് റെക്കോർഡ് ഒന്ന് അയച്ചു തരുമോ ചോദിച്ചു. ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അയാളോട് ചോദിക്കാമല്ലോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് വേറൊരാൾ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഇയാൾക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ട് എന്ന് ഞാൻ സമൂഹത്തെ തുറന്നു കാണിച്ചതാണ്. അല്ല, ഞാൻ പറഞ്ഞു രാഹുൽ പറയുന്നു യു വിൽ സ്റ്റാൻഡ് വിത്ത് മീ ഇൻ ദിസ് ഇഷ്യൂ ഫോർ ജസ്റ്റിസ് എന്ന് ചോദിച്ചപ്പോഴേക്കും അവന്തിക കൂടെ നിൽക്കാം, എന്തോ നീതിക്ക് വേണ്ടി കൂടെ നിൽക്കാമെന്ന് അവന്തിക ആ സമയത്ത് ഉറപ്പ് പറഞ്ഞു എന്ന് രാഹുൽ ചാറ്റ് കാണിച്ച് പറയുന്നുണ്ട്. അത് വ്യാജ ചാറ്റാണോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അവന്തിക? ആ സമയത്ത് അയാൾ ചോദിച്ചത് ഈ സ്റ്റാൻഡ് വിത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞതല്ല, ഈ റിപ്പോർട്ടർ എന്നെ വിളിച്ച് സംസാരിച്ച കാര്യത്തിൽ ആ ഇഷ്യൂവിൽ സ്റ്റാൻഡ് ചെയ്യാമെന്ന് ചോദിച്ചത്. അതാണ് ഞാൻ സ്റ്റാൻഡ് ചെയ്തത്. ഇല്ല, അത് സ്റ്റാൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ അവന്തികയെ വിളിക്കുന്ന സമയത്ത് അവന്തികയ്ക്ക് ദുരനുഭവങ്ങൾ മൊത്തം അവന്തികയുടെ ഉള്ളിലുണ്ട്. അതായത് രാഹുൽ ഈ പറയുന്ന രീതിയിൽ നിന്നെ റേപ്പ് ചെയ്യുന്ന പോലെ ചെയ്യണം എന്നടക്കം വൈകൃതപൂർണമായ ഈ പറഞ്ഞ ചാറ്റുകളുടെ ഷോക്ക് അവന്തികയ്ക്കുണ്ട് അല്ലേ? ആ സമയത്ത് ഈ റിപ്പോർട്ടർ വിളിക്കുന്ന 1-ാം തീയതി ഉണ്ട് ഇത് കാര്യം. ഇത് 2-3 മാസം മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോഴും രാഹുൽ എൻ്റെ കൂടെ ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിലയുറപ്പിക്കുമോ എന്ന് രാഹുൽ തന്ത്രപൂർവ്വം ചോദിക്കുമ്പോൾ നിൽക്കാം എന്ന് അവന്തിക പറയുന്നത് എന്തുകൊണ്ടാണ്? നീതിക്ക് വേണ്ടി അയാളുടെ പേഴ്സണൽ ഇഷ്യൂസിലല്ല അയാൾ നീതിക്ക് വേണ്ടിയിട്ട് നിൽക്കാമെന്ന് ചോദിച്ചത്. അയാൾ ചോദിച്ചത് റിപ്പോർട്ടറുടെ വിളിച്ച കാര്യത്തിൽ എൻ്റെ കൂടെ നിൽക്കുമോ എന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ച കാര്യത്തിൽ ഓക്കെ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് അയാൾ ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതിനിപ്പുറം ഈ വാർത്ത ഈ പറയുന്ന റിപ്പോർട്ടർ പുറത്തുവിട്ടാൽ അവന്തിക്ക് എങ്ങനെയോ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന ഭയത്തിലാണ് അപ്പോൾ തന്നെ രാഹുലിനെ അങ്ങോട്ട് വിളിച്ച് ഇതുപോലെ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട്, ചേട്ടനെതിരായ ഗൂഢാലോചനയുടെ നീക്കമാണെന്ന് സംശയമുണ്ട് എന്നടക്കമുള്ള പറയാൻ കാരണം പിന്നീട് പുറത്തു വന്നാൽ അവന്തിക്ക് രാഹുലിനുണ്ടാവാൻ ഇടയുള്ള എന്തോ അനുഭവം ഓർത്ത് ഭയന്നിട്ടാണ് അവന്തിക അല്ലേ? അതെ, തീർച്ചയായും. ഈ കോളുകൾ അവന്തിക എല്ലാവരും വിളിക്കുന്ന റെക്കോർഡ് ചെയ്യാറുണ്ടോ എന്ന് പറഞ്ഞാൽ അവന്തിക അങ്ങോട്ട് പറഞ്ഞു ഞാൻ ഈ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് രാഹുൽ പറഞ്ഞത്. അത് ശരിയാണോ? ഏതാണ് ഈ വിളിക്കുന്ന കോളുകളൊക്കെ അവന്തിക റെക്കോർഡ് ചെയ്യാറുണ്ടോ? അപ്പോൾ റിപ്പോർട്ടർ ഈ പറഞ്ഞ എൻ്റെ ഫോണിൽ ആര് വിളിച്ചാൽ തന്നെ റെക്കോർഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ റെക്കോർഡ് ചെയ്ത ആ വോയിസ് ക്ലിപ്പ് രാഹുൽ ഇട്ട് കൊടുക്കണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? അയാൾ ചോദിച്ചുകൊണ്ട് ആ റെക്കോർഡ് ഒന്ന് അയച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അയച്ചു കൊടുത്തത്. ഞാൻ ചോദിക്കുന്ന അവന്തികയുടെ പക്കൽ ഈ ടെലിഗ്രാമിൽ കൂടെയാണ് ഈ പറയുന്ന വാനിഷിങ്, ഈ തെളിവില്ലായ്മ അവശേഷിപ്പിക്കുക സൂത്രക്കാരന്മാർ ചെയ്യുന്നതൊക്കെ പണിയാണെന്ന് തോന്നുന്നത്. നമുക്കും പുതിയ അറിവാണ്. സൂത്രക്കാരന്മാർ ചെയ്യുന്ന ആവണം അത്. തൽക്കാലം അവന്തികയുടെ പക്കൽ ഏതെങ്കിലും തരത്തിൽ നിയമപരം പോവുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഈ പറയുന്ന അവന്തിക അയച്ചു കൊടുത്ത ഈ പറയുന്ന എന്നെ ചേട്ടനെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ മുഖവിൽ അയച്ചു കൊടുത്ത ചാറ്റുകളും ഈ വാട്സാപ്പ് ഓഡിയോയുമാണ്. അത് നിയമത്തിൽ പോയാൽ താങ്കൾക്ക് തിരിച്ചടിയാണെന്നൊരു ബോധ്യമുണ്ടോ അവന്തിക? ഒരിക്കലും തിരിച്ചടിയല്ല. കാരണം എൻ്റെ അടുത്ത് അയാൾ സംസാരിച്ചതിന് യഥാർത്ഥ പ്രൂഫ് ഞാൻ തന്നെയാണ്. എൻ്റെ അടുത്താണ് അയാൾ സംസാരിച്ചത്. എനിക്കാണ് അയാളിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായത്. അത് എവിടെയും ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. ആ മെസ്സേജ് വീണ്ടെടുക്കാൻ സാധിക്കുമെങ്കിൽ. ടെലിഗ്രാമിലെ മെസ്സേജ്? അതെ. ആ കോൺഫിഡൻസ് എൻ്റെ കയ്യിൽ ഉള്ള കാരണമാണ് ഞാൻ ഇത്രയും വെളിപ്പെടുത്തലായിട്ട് മുന്നോട്ട് വന്നത്. അല്ലെങ്കിൽ അയാൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിക്കിടെ വെറുതെ ആരോപിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു പ്രശ്നം അയാളിൽ നിന്ന് വ്യക്തമായി ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് വെളിപ്പെടുത്തിയത്. അതിനെ വീണ്ടെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. ഓക്കെ അവന്തി, ഏതെങ്കിലും തരത്തിലുള്ള വേട്ടകളിൽ ഭയക്കാതിരിക്കൂ. ഏതെങ്കിലും തരത്തിലുള്ള ഇത് പ്രശാന്ത് ശിവനടക്കം താങ്കൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവന്തിക? പ്രശാന്തത്തിനോട് ഞാൻ സംസാരിക്കുന്നത് അന്ന് ഏതാനും നിമിഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ ആ പ്രശാന്തേട്ടനോട് ഈ കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ പ്രശാന്തേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ധൈര്യമായിട്ടിരിക്കൂ, തുറന്നു പറയാനുള്ളത് തുറന്നു പറയും, എല്ലാവരും നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ടാവും എന്നുള്ളത് തുറന്നു പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു അവന്തി. ഏതെങ്കിലും തരത്തിൽ ഭയക്കാതിരിക്കൂ. ഏതെങ്കിലും തരത്തിൽ മുന്നോട്ടുള്ള നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പിന്തിരിയാതിരിക്കൂ അവന്തിക. താങ്ക് യു. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ടാക്ടിക്സ് കളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ എൻ്റെ വാട്സാപ്പ് ചാറ്റുണ്ട്, ഈ പറയുന്ന ബാക്കി ആൾക്കാരുടെ ചാറ്റുകളും അതിനപ്പുറവും ഇപ്പുറവും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ ഇന്ന് ഞാൻ പുറത്ത് പറയുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ രാഹുൽ പറയാനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് മൊത്തം പറഞ്ഞിട്ട് പോകാം. ഇതൊരു അർദ്ധോക്തിയിൽ നിർത്തി മുന്നോട്ടൊക്കെ പോവാണ്. ശരി, ഇനി പണിഷബിൾ ഒഫൻസ് ആണോ അല്ലയോ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുമ്പോഴും
ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആവരുത് എന്നതിനെക്കുറിച്ച് അങ്ങേയറ്റം എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസിലെ ഒട്ടുമിക്ക എല്ലാ നേതാക്കളും അവരുടെ രാജി ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ടും ജിൻഡോ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് MLA ബോർഡ് വെച്ച കാറിൽ പുറത്തിറങ്ങാനുള്ള ധൈര്യം കിട്ടുന്നത്? ജിൻഡോ അല്ല കാശ്മി, അത് അദ്ദേഹം നിലവിലും കേരള നിയമസഭയിലെ MLA ആയതുകൊണ്ടാണ് ആ ബോർഡ് വെച്ച് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് MLA ബോർഡ് വെച്ച് യാത്ര ചെയ്യാനുള്ള അവകാശവും അധികാരവും ഉണ്ടല്ലോ. അത് അദ്ദേഹം ചെയ്യട്ടെ. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ പകുതിക്ക് വെച്ച് നിർത്തിയ പത്രസമ്മേളനം ചില വിവരങ്ങൾ മാത്രം വിടുന്നു, ചിലത് മൊത്തം വിവരങ്ങൾ പുറത്തുവിടാതെയുള്ള ആ പത്രക്കാരെ കണ്ടതുമായി ബന്ധപ്പെട്ട് ഈ പരാതി ഉന്നയിക്കുന്നവരും അത്തരത്തിലാണല്ലോ ഈ കാര്യത്തെ അഡ്രസ്സ് ചെയ്തത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മളൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പരാതി ഉന്നയിക്കുന്ന ആളുകളും ഇതിൻ്റെ യാഥാർത്ഥ്യം മുഴുവനായിട്ട് പുറത്തു വരട്ടെ. ഒരു പൊതുസമൂഹത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA, ഒരു പൊതുപ്രവർത്തകനെ സംശയത്തിൻ്റെ നിഴലിൽ മാത്രമല്ല നിർത്തേണ്ടത്, യാഥാർത്ഥ്യങ്ങൾ പുറത്തു പറയട്ടെ. എന്തിനാ ഇത്രയും ഭയക്കുന്നത്? കേരളത്തിലെ മാധ്യമങ്ങൾ, പൊതുജനങ്ങൾ, എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടി, കോൺഗ്രസ് പാർട്ടി പോലും പരാതി ഉന്നയിക്കുന്നവരുടെ മെറിറ്റിന് വേണ്ടി, അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് അവർ പരാതികൾ പുറത്ത് പറയണം, എല്ലാ വിവരങ്ങളും പുറത്ത് പറയണം. ഒരു മിനിറ്റ് ജിൻഡോ, ഞാൻ ഒരു മിനിറ്റ്. ഇന്നലെയൊക്കെ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഏതെങ്കിലും തരം പ്രതികരണങ്ങൾ വന്നിരുന്നില്ല. അതായത് ഇന്നിപ്പോൾ സന്ദീപ് വാര്യരുടെ ഒരു പ്രതികരണം ഒന്ന് കേൾക്കൂ. തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം. സന്ദീപ് വാര്യർ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കും. നിലവിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ പാർട്ടിയുടെ നിലപാടിനൊപ്പമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ലോ മസ്റ്റ് ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുള്ളത് സ്വാഭാവികമായിട്ടും ഈ ജില്ലാ പ്രസിഡന്റ് സ്വഭാവ സവിശേഷത അറിയുന്നതുകൊണ്ടാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ പാലക്കാട് അന്വേഷിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ ഇരട്ടപ്പേരെന്താണ് പാലക്കാട് എന്ന് അന്വേഷിച്ചാൽ മതി. ആക്ഷേപം വന്ന സമയത്ത് തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റുമായി സംസാരിച്ചു എന്ന് വ്യക്തമാക്കിയതാണ്. മാത്രമല്ല BJPയുടെ ഒരു പോഷക സംഘടനയിലെ ഭാരവാഹി കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഈ പ്രസിഡന്റിന്റെ സ്വഭാവം അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ MLAയുടെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്ന ആളുകളെ കാണുന്ന സമയത്ത് വാസവദത്ത് പോലും ചമ്മിപ്പോകുന്നാണ് പറയുന്നത്. ജിൻഡോ ഇവിടെ സന്ദീപ് വാര്യർ ആരോപിക്കുന്നത് ഇതിൽ BJPയുടെ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന അവന്തികയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ട ചാറ്റിന്റെ പേരിൽ അത് പ്രശാന്ത് ശിവൻ ഉൾപ്പെട്ട BJPയുടെ ഗൂഢാലോചനയുണ്ടെന്ന സംശയം സന്ദീപ് വാര്യരുടെ സംശയമാണോ അതോ കോൺഗ്രസിന് അക്കാര്യത്തിൽ സംശയമുണ്ടോ ശ്രീ ജിൻഡോ? അല്ല, ഇത് സ്വാഭാവികമായിട്ടും സന്ദീപ് വാര്യരുടെ മാത്രമല്ല, കേരളത്തിൽ ഈ വാർത്ത കണ്ടിരിക്കുന്ന പലർക്കും അത്തരത്തിൽ സംശയം ഉണ്ടാകാമല്ലോ. കാരണം അവന്തികക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് അവർക്ക് അർഹിക്കുന്ന നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസിൻ്റെ മുമ്പിൽ പരാതി കൊടുക്കണം. മാത്രമല്ല അവർ ആ രീതിയിൽ നിയമപരമായിട്ട് നേരിടണം. അതിന് BJPയുടെ സഹായം തേടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി BJPക്ക് പ്രത്യേകം പോലീസ് സ്റ്റേഷനും കോടതിയും ഉണ്ടോ? BJPയുടെ ജില്ലാ പ്രസിഡന്റിനോട് ചോദിച്ചിട്ടാണോ പരാതി കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പറയുന്ന രീതിയിലാണോ പരാതി പറയേണ്ടത്? അപ്പോൾ അതൊക്കെ ഈ പരാതി ഉന്നയിക്കുന്നവരുടെ ഒരു ജിൻഡോ, രാഹുൽ കുഴിക്കുന്ന കെണിയിൽ നിങ്ങളൊക്കെ പോയി വീഴുകയാണ് എന്നുള്ളതാണ് ജിൻഡോയുടെ ഈ എന്താണ് ഈ ന്യായീകരണം വ്യക്തമാക്കുന്നത്. ശ്രീ ജിൻഡോ, ഒന്നല്ല പല ഓഡിയോ ക്ലിപ്പുകൾ, പല ചാറ്റുകൾ പുറത്തേക്ക് വന്നു. ഇനിയും എത്രത്തോളം വരാനുണ്ടെന്ന കാര്യം ആർക്കും അറിയില്ല. അതൊരു പക്ഷേ രാഹുലിന് പോലും അറിയുമെന്ന് അറിയില്ല. ജിൻഡോ ഇത് ന്യായീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന പരാതി ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് സന്ദീപ് വാര്യർ പറയുന്നത് സന്ദീപിന്റെ മാത്രം നിലപാടല്ല, അത് കേരളത്തിന്റെ നിലപാടാണെന്ന് പറയുന്നതിലൂടെ രാഹുലിനെ ന്യായീകരിക്കാൻ ജിൻഡോ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഹാഷ്മിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ വാചകങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ പലർക്കും അത്തരത്തിൽ സംശയങ്ങൾ ഉണ്ടാകും. കാരണം പരാതി ഉന്നയിക്കുന്ന ആളുകൾ BJPയുടെ ജില്ലാ പ്രസിഡന്റിനോട് ആലോചിച്ചിട്ട് അക്കാര്യങ്ങൾ പറയുന്നത് വരുമ്പോൾ സംശയത്തിന് ഇട നൽകും. ഞാൻ ഒരു നിമിഷത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചിട്ടില്ല. എനിക്ക് കോൺഗ്രസ് പാർട്ടിയെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ ഞാൻ തുടക്കം മുതൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും ആ രീതിയിൽ തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. അപ്പോൾ ഇത്രയും മെറിറ്റോറിയസ് ആയിട്ട് സംഘടനാപരമായി നടപടിയെടുത്ത ഒരു പാർട്ടി ഈ നിലയിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിയുടെ മുമ്പിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിലും ചില പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസ് പാർട്ടി ഈ പരാതി ഉന്നയിച്ച ആളുകളുടെ ആത്മാർത്ഥതയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവരെ സംശയിച്ചിട്ടില്ല. പക്ഷേ സംശയത്തിന് ഇട നൽകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ BJPയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് ചോദിക്കണ്ടേ? അതും ചോദിക്കണമല്ലോ. BJPയുടെ ജില്ലാ പ്രസിഡന്റിന് ഇതിനെന്താണ് പ്രത്യേക താല്പര്യം? അതും ചോദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റിന് ഈ വിഷയത്തിലുള്ള പ്രത്യേക താല്പര്യം എന്താണെന്ന് നമ്മൾ ചോദിക്കണം. ഓക്കെ, ഞാൻ ശ്രീ കെ അൽകുമാറിലേക്കാണ്. കെ അൽകുമാർ, ഇവിടെ CPM കടുപ്പിച്ച് ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് MLA സ്ഥാനം തുടരാൻ കഴിയില്ല. കാര്യം അത്രത്തോളം അയാൾ എക്സ്പോസ്ഡ് ആണ്. അത് കഴിയില്ല എന്നുള്ള കാര്യം 3.5 തരമാണ്. ഇനി കോൺഗ്രസിൽ ഇനിയും
രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പക്ഷേ നോക്കൂ, ഇന്നിപ്പോൾ ഉമാ തോമസ് MLA പുറത്ത് കടുത്ത ഭാഷയിൽ പറയണം എന്ന് പറഞ്ഞാൽ, എനിക്കുള്ളത് എൻ്റെ മകനുള്ളത് 2 പെൺമക്കളാണ്, അവർ KSUയിലൂടെ വളർന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവർക്കടക്കം ഉള്ളിൽ ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം പറ്റില്ല. രാഹുൽ MLA സ്ഥാനമല്ല, പൊതുപ്രവർത്തനം നിർത്തിപ്പോണം എന്ന് ഉമാ തോമസ് പറയുന്നു, KK രമ പറയുന്നു, ദീപ്തി മേരി വർഗീസ് പറയുന്നു, ഷാനിമോൾ ഉസ്മാൻ പറയുന്നു. അവിടുത്തെ അവരുടെ വനിതാ നേതാക്കളടക്കം അടക്കമിറങ്ങി നിൽക്കുകയാണ്. VD സതീശൻ ആ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ KC വേണുഗോപാൽ അടക്കം പറയേണ്ടതിൻ്റെ എന്ന് പറഞ്ഞാൽ അയാൾ രാജിവെക്കും എന്ന് രാഷ്ട്രീയ പക്ഷേ നേർക്കുനേർ പറയില്ലല്ലോ. പറയാൻ കഴിയുന്നതിൻ്റെ പരമാവധിയിൽ രാജിവെച്ചൊഴിയണം എന്ന സന്ദേശം പറയുകയാണ്. രാഹുൽ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഒരു പുതിയ കീഴ്വഴക്കം കോൺഗ്രസ് ഉണ്ടാക്കുകയാണോ അഡ്വക്കേറ്റ് KL കുമാർ? സ്വാഗതാർഹമായ ഒരു കീഴ്വഴക്കം. അല്ല, സ്വാഗതാർഹമായ കീഴ്വഴക്കമാണെങ്കിൽ വന്ന വസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ ഭരണഘടന പ്രയോഗിച്ചുകൊണ്ട് നടപടിയെടുക്കുകയാണ് വേണ്ടത്. ആ പാർട്ടിയിൽ ഈയൊക്കെ സ്ഥാനം ഉണ്ടോ ഇല്ലയോ, MLA സ്ഥാനം എന്ന് പറയുന്നത് വരികയും പോവുകയും ചെയ്യും, അതല്ല പ്രധാനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇത്തരത്തിലൊരാൾ അഭിമതനാണോ? ആ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ഇത്തരമൊരാളെ ആ പാർട്ടിയിൽ നിലനിർത്താൻ പറ്റുമോ? എങ്കിൽ അയാൾക്ക് നോട്ടീസ് കൊടുക്കുമോ? ആ നോട്ടീസിനകത്ത് ഉയർന്നു വന്ന വിഷയങ്ങൾ ചേർക്കാനാകുമോ? അതോ ഞങ്ങൾക്ക് ഇപ്പോൾ ക്രിമിനൽ കേസ് പ്രകാരം ഒരിടത്തും വന്നിട്ടില്ല, പാർട്ടിക്ക് പരാതികളൊന്നും കിട്ടിയിട്ടില്ല, അതിനടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കേണ്ടത്. ഇവിടെ നമ്മുടെ മുമ്പിൽ ചില കാര്യങ്ങളുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഒരു MLA നമ്മുടെ നാട്ടിൽ വേട്ടയാടപ്പെടുന്നു എന്ന് കോൺഗ്രസിന് പൊസിഷനുണ്ടോ? റിനി ജോർജ് എന്ന് പറയുന്നൊരു മാധ്യമ പ്രവർത്തക ഒരു കോൺഗ്രസിൻ്റെ MLA ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു കടന്നാക്രമണം നടത്തുന്നു. ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല, പക്ഷെ ആ വ്യക്തിയാണ് എന്ന് ധരിപ്പിക്കുന്നതും ഹൂ കേഴ്സ്. അപ്പം മുമ്പ് ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഹൂ കേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രതികരണം നടത്തിയത് പാലക്കാട് MLA ആണ്. അയാളെക്കുറിച്ചാണ് ഞാൻ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നത് അവർ തുറന്നു പറയുന്നു. മാത്രമല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിതൃതുല്യനായതുകൊണ്ട് അദ്ദേഹത്തോട് നേരത്തെ തന്നെ പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ സ്ഥാനം കിട്ടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. MLA പദവിയൊക്കെ കിട്ടുകയും ചെയ്തു. തനിക്ക് അശ്ലീല സന്ദേശം അയച്ചിട്ടുണ്ട്. ആദ്യമായി കോൺഗ്രസ് പാർട്ടിയോടും കേരള പൊതുസമൂഹത്തോടും പാലക്കാട്ടെ ജനങ്ങളോടും, കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞ് പറഞ്ഞത് പാലക്കാട്ടെ മനുഷ്യരുടെ തല താഴ്ത്തിപ്പിടിക്കേണ്ട ഒരു തെറ്റും അദ്ദേഹം ചെയ്യില്ല എന്നാണ്. ഇപ്പോൾ പാലക്കാട്ടുകാരുടെ തലയെല്ലാം ഉയർന്നിരിക്കുകയാണല്ലോ. അതുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങളോട് പറയണം, റിനി ജോർജ് എന്ന് പറയുന്ന ആ കുട്ടി പറഞ്ഞത് വസ്തുതാപരമായി ശരിയല്ല, എന്നെക്കുറിച്ചല്ല. പ്രതിപക്ഷ നേതാവിനോട് പരാതിപ്പെട്ടു എന്ന് പറയുന്നത് എന്നെക്കുറിച്ചല്ല. പ്രതിപക്ഷ നേതാവ് കടുത്ത സ്വരത്തിൽ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തു. ആരുടെ പിതാവിൻ്റെ? ഈ MLAയുടെ പിതാവിൻ്റെ സ്ഥാനത്താണോ റിനിയുടെ പിതാവിൻ്റെ സ്ഥാനത്താണോ? പിതാവിൻ്റെ സ്ഥാനത്ത് കൈകാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ MLAയുടെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് കൈകാര്യം ചെയ്തത്. കാരണം എന്താണ്? അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് ഇയാളുടെ സ്വഭാവം എന്ന് ആ പാർട്ടിയിൽ വ്യക്തമാക്കിയിട്ടും അദ്ദേഹത്തിന് അവസരം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ സതീശൻ വെളിപ്പെടുത്തിയ കർശന നടപടി ആരുടെ പേരിലാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്രതിപക്ഷ നേതാവ് കർശന നിലപാട് സ്വീകരിച്ചത്, സ്വരം കടുപ്പിച്ച് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാണ്. ഒരു അവന്തികയുടെ നിലപാടിൻ്റെ ഏതെങ്കിലും ഒരു ചാറ്റിനകത്തോ അല്ലെങ്കിൽ അവരുടെ സംഭാഷണത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ തള്ളപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണോ നിൽക്കുന്നത്? 2, MLAക്ക് പറയാം, ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു, ചില പെൺകുട്ടികളുടെ ശബ്ദം അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് എൻ്റെ ശബ്ദമാണോ അല്ലയോ? 4-5 ദിവസമായി ഇത് ശബ്ദം പുറത്തു വരുന്നുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ശബ്ദം എൻ്റെതല്ല. അദ്ദേഹം ഇന്ന് പറഞ്ഞു, മിനിയാന്ന് പറഞ്ഞു. ഇന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. എല്ലാ മാധ്യമങ്ങളുടെ പേരിലും കേസെടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഉത്തരവാദികളെ പിടിക്കണ്ടേ? അപ്പോൾ ഈ ശബ്ദം ആരുടേത്? ഇദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിച്ചിട്ടുണ്ടോ? അപ്പോൾ കോൺഗ്രസ് പാർട്ടി തന്നെ പൊസിഷൻ എടുക്കാം. ഞങ്ങളുടെ MLAയുടെ വ്യാജമായ ഒരു ശബ്ദം അനുകരിച്ച് ഏതോ ഒരു സ്ത്രീകളെ വെച്ച് ഇങ്ങനെ അബോർഷൻ നിർബന്ധിക്കുന്നതായി, കുഞ്ഞിനെ കൊല്ലാൻ നിർബന്ധിക്കുന്നതായി
പിന്നെ തന്നെ കൊന്നുകളഞ്ഞതായി. ഞാൻ നമ്മുടെ നാട്ടിൽ പറയുകയാണ്, മാധ്യമ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു, മാധ്യമങ്ങളിലെ 2 മാധ്യമ പ്രവർത്തകർക്ക് ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും ഇത്തരം അനുഭവം ഉണ്ടായി എന്ന് ഞങ്ങൾക്കറിയാം. പകൽ പോലെ കേട്ടതല്ലേ നമ്മുടെ നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങളിലൂടെയും ആ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം. ഇപ്പം സതീശൻ പറയുന്നത് നിങ്ങൾ എന്നിട്ട് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല, ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ദിവിക്ക് വാരിക അവർ ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു. ആർട്ടിക്കിൾ പറയുന്നത് കോൺഗ്രസിൻ്റെ മുൻ MP-യുടെ മകൾ പരാതിക്കാരിയാണ്. അവർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ചതാണ്. അവിടെ വച്ചുണ്ടായ ബന്ധങ്ങളുടെ ഭാഗമായി വിവാഹ നിശ്ചയത്തിലേക്കെത്തി. വിവാഹ വാഗ്ദാനം, പിന്മാറ്റത്തിന് കാരണം എന്താണ്? കടലോര ജീവിതമുള്ള ഒരു പെൺകുട്ടിയാണ് അവർ. അപ്പോൾ കടപ്പുറത്തെ മനുഷ്യൻ്റെ മണം ഇഷ്ടപ്പെടുകയല്ല ഇദ്ദേഹത്തിന്. AICCക്ക് പരാതിയാണ്. ദിവിക്ക് വാരിക, മനോരമ മുന്നോട്ട് വയ്ക്കുന്ന ദിവിക്ക് വാരികയ്ക്കെതിരായി എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം? ഇനി എറണാകുളത്തെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഇന്നലെ പറഞ്ഞു, 2 വനിതകൾ, അവർക്ക് ഇദ്ദേഹം മെസ്സേജ് അയച്ചു, അസലിലെ മെസ്സേജ്. അവർ ഈ പരിപാടി നിർത്തിപ്പോയി. നമ്മൾ കേട്ടോ, മറുപടി പറയുന്നത് കേട്ടോ. അപ്പം ഇന്നൊരു പത്രസമ്മേളനം നടത്തിയോടുകൂടി MLA രക്ഷപ്പെട്ടു എന്നാണോ കാണുന്നത്? ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ക്യാമ്പയിൻ്റെ ഇടയ്ക്കാണ് ഒരു ദിവസം ഒരു ചാനലിൻ്റെ ഷോ നടക്കുന്നത്. ആ ഷോയിൽ വെച്ചാണ് അവന്തിക, ആ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കേണ്ട, ഇപ്പറേ ജനക്കൂട്ടമുള്ളൊരു ചർച്ചയാണ്. അപ്പം ഞങ്ങൾക്കെതിരെ നിന്ന് കോൺഗ്രസിനോടും CPM-നോടും ചോദ്യം ചോദിക്കുന്ന ആളായിരുന്നു ഈ കുട്ടി. BJP-കാരിയാണ്. ഇപ്പം BJP-കാരിയാണ് എന്നതുകൊണ്ട് തന്നെയാണ് അവന്തിക BJP-കാരിയാന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ഞാൻ എതിരായി നിന്ന് ചോദ്യം ചോദിച്ച ആളാണ്. ആ ചോദ്യം ചോദിച്ച വ്യക്തിയുടെ ഫോൺ നമ്പർ അന്ന് തന്നെ സ്വന്തമാക്കി പിന്നീട് പതുക്കെ ബന്ധം സ്ഥാപിക്കുന്നു. ഇതാണ് അവർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പം എതിർഭാഗത്തുള്ള ഒരു കുട്ടിയോട് പോലും ഇങ്ങനത്തെ ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടോ? നിരന്തര ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതോ ആദ്യമായിട്ടാണോ ഈ അവന്തിക രംഗത്ത് വരുന്നത് ആഗസ്റ്റ് 1-ാം തീയതി? ഇനി അവന്തികയുടെ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അത് തന്നെ ആദ്യ സംഭാഷണം വന്നപ്പോൾ തന്നെ വെളിപ്പെടുത്താമല്ലോ. അതൊഴിച്ച് ബാക്കിയൊന്നും നിഷേധിക്കുന്നില്ല. അല്ല, അവന്തികയുടെ കാര്യത്തിൽ അനിൽകുമാർ കൺഫ്യൂഷൻ ഉണ്ടോ? അതൊഴിച്ച് സംശയമുണ്ടോ? എന്ന് പറഞ്ഞാൽ അവന്തികയുടെ കാര്യം BJP ഗൂഢാലോചനയാണ് സന്ദീപ് വാര്യർ പറയുന്നത്. അനിൽകുമാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ? അല്ലല്ല, അതിന് പോയിന്റ് അതല്ല. ഞാൻ കൃത്യമായിട്ട് പറയാം, എൻ്റെ ധാരണ എന്ന് പറയുന്നത് അത് പുറത്തുവിട്ട ചാനലിൻ്റെ ഒരു പ്രവർത്തകൻ കടുത്ത കോൺഗ്രസ്സുകാരനാണ്. മാത്രമല്ല അവിടെ ഇവരുടെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ നേതാവും ഈ കുട്ടിയും ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടുന്ന ഒരു കോൺഫറൻസ് കോളിലൂടെയാണ് അന്ന് സംഭാഷണം ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ പുറത്തു വരും, അതിൻ്റെ വിവരമൊക്കെ പുറത്തു വരും. ആ കോൺഫറൻസ് കോളൊക്കെ എങ്ങനെ രൂപപ്പെട്ടു എന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണ ഞങ്ങൾക്കുണ്ട്. ഇതുപോലൊരു വ്യാജം നമ്മുടെ കേരളത്തിൽ വരുമെന്ന് ഇന്നലെ തന്നെ നമ്മുടെ നാട്ടിലെ നവമാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഒരു വ്യാജമായ ആരോപണം വരും, പെട്ടെന്ന് ഷാഫി പറമ്പിൽ നിലവിളിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് വസ്തുത മറ്റൊന്നാണെന്നൊരു കാര്യം പുറത്തു കൊണ്ടുവരും. കൺഫ്യൂഷനാകും, കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാം വിളിഭരാകും. ഇത് പ്രതിപക്ഷം ക്രിയേറ്റ് ചെയ്ത പ്രശ്നമാണ് എന്നുള്ള ഒരു സാധനം ഉണ്ടാകും. ആദ്യം നമ്മൾ കേട്ടത് എന്താണ്? ഈ റിനി ജോർജ് എന്ന് പറയുന്ന AK സെന്ററിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ്. 2 റിനി ജോർജ് എന്ന് പറയുന്നത് അർത്ഥാത്മകളായി മന്ത്രിമാർക്കൊപ്പം സഞ്ചരിക്കുന്നൊരു പെൺകുട്ടിയാണ്. പറയുന്ന പാലക്കാട് MP-യാണ്. ഇത് കോൺഗ്രസിനകത്തെ ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ഒരു ക്രിമിനൽ ബുദ്ധി കോൺഗ്രസിലുണ്ട്. ആ ക്രിമിനൽ ബുദ്ധിയിൽ പ്രതിപക്ഷ നേതാവുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബുദ്ധിയല്ല എന്താണെന്ന് ആ കുട്ടികളെല്ലാം പറയുന്നുണ്ടല്ലോ. ഡിസപ്പിയറിങ് ചാറ്റ്സ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അബോർട്ട് ചെയ്യാനൊക്കെയുള്ള മരുന്നുകൾ ഡോക്ടറുടെ സഹായമില്ലാതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കഴിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി ആ ഇരയെ കൊല്ലുകയും ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്കാണ്. ഞൊടിയിടയിൽ കൊല്ലാൻ നിന്നെ. ഇതൊക്കെയാണ് ഇവർ ക്രിമിനലുകളാണ്. ഈ ക്രിമിനൽ സംഘം കോൺഗ്രസിനെ വിഴുങ്ങിയിരിക്കുന്നു. ആ സംഘത്തെയും വിഴുങ്ങുന്ന ക്രിമിനൽ ബുദ്ധിയാണ് ഇന്ന് കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ MLA കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് MLA വണ്ടിയെ കയറി നടക്കുന്നത് പാലക്കാട്ടെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ്.
തർക്കമില്ല എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെ വെല്ലുവിളിക്കലാണ്, ഈ പറയുന്ന എല്ലാ ആരോപണങ്ങളെയും വെല്ലുവിളിക്കലാണ്, ഇരകളെയും വെല്ലുവിളിക്കലാണ്. ഞാൻ താമസിക്കാൻ കുമാർ. രാഹുൽ ഈശ്വർ, ഇവിടെ നമ്മൾ നേരത്തെ ഒരു ചർച്ച അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ രാഹുൽ ഈശ്വർ ഉണ്ടെന്ന് ഞാൻ എൻ്റെ ഓർമ്മ സംവിധാനം രഞ്ജിത്തുമായി ബന്ധപ്പെട്ട പരാതി ആണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് രഞ്ജിത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആഞ്ഞടിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ ഈശ്വർ തർക്കം ഉണ്ടാവുകയും ചെയ്തൊരു ചർച്ച. അപ്പോൾ അതിന് കാലങ്ങൾക്കിപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പറയാൻ ഉള്ള ഏക നാവായി രാഹുൽ ഈശ്വർ വന്നിരിക്കുന്നത് വിധി വൈപരീത്യം, കാലം കറങ്ങി വരുന്നു എന്നുള്ളതാണല്ലോ. പോട്ടെ, രാഹുൽ ഈശ്വർ ഇവിടെ അവന്തിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു ട്രാൻസ് വുമൺ, അവർക്ക് അതിഭീകരമായ അനുഭവം രാഹുൽ ഈശ്വറിൽ ഉണ്ടാകുന്നു. മെസ്സേജ് രൂപത്തിലാണ്, അല്ലാതെ ഫിസിക്കൽ അറ്റാക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അവന്തിക പറയുന്നുണ്ട്. അത് ഇങ്ങനെ ഉള്ളിൽ കിടന്ന് നീറുന്നു. ഒരു സമയത്ത് അവന്തികയെ ഈ പറയുന്ന റിപ്പോർട്ടർ ഫോണിൽ വിളിച്ച് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവന്തിക ഭയന്ന് അതില്ലെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന നടി പുറത്തു വന്ന കാര്യങ്ങൾ പറയുന്നു. കുറേയധികം ഇരകൾക്ക് ആ വെളിപ്പെടുത്തൽ ധൈര്യം കിട്ടുന്നു. ഈ പറയുന്ന ഹണി ഭാസ്കരൻ രംഗത്ത് വരുന്നു. കുറേ അധികം പേർ വന്നു. അക്കൂട്ടത്തിൽ ഞാൻ അന്ന് ഭയന്നിരുന്ന കാര്യം പറയാനുള്ള ഭീതി എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നു, ഞാനത് പറയുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഏതോ പഴയ ഓഡിയോകൾ പുറത്തുവിട്ടാൽ അതിൻ്റെ സാധുത റദ്ദാവുമോ രാഹുൽ ഈശ്വർ? ശരി ഹാഷ്മി, ബാക്കിയുള്ളവർക്ക് കൊടുത്തതിൻ്റെ 1/3 സമയം എനിക്ക് തരണം. അതായത് ഏകദേശം 2-2.5 മിനിറ്റ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു സൗഹൃദവും മമതയും ഇല്ല. എന്നെ സ്ലോ പോയിസൺ ആണെന്നും ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണെന്നും മുസ്ലിം ലീഗ് ക്യാമ്പിൽ പരസ്യമായി വിളിക്കുകയും ഞങ്ങൾ തമ്മിലിരുന്ന ചർച്ചയിൽ അർണബ് ഗോസ്വാമി നോർത്ത് ഇന്ത്യയിൽ പോയിസണും രാഹുൽ ഈശ്വർ സ്ലോ പോയിസൺ എന്ന് പറയുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എനിക്ക് യാതൊരു സൗഹൃദവും രാഹുൽ മാങ്കൂട്ടത്തിനോടില്ല. ഒരു കാര്യം ഇവിടെ ഞാൻ വെളിപ്പെടുത്തുക കൂടെ ചെയ്യാം. പുരുഷ കമ്മീഷൻ അവതരിപ്പിക്കാൻ കേരള നിയമസഭയിൽ ഞങ്ങൾക്ക് ഷംസീർ സാർ സ്പീക്കർ സമയം തന്നിട്ട് തലേ ദിവസം ശ്രീ വി ഡി സതീശൻ അത് ബ്ലോക്ക് ചെയ്തു. ഞാൻ ഷാഫി പറമ്പിലിനെ വ്യക്തിപരമായി കുഞ്ഞാലിക്കുട്ടി സാറിനെ വിളിച്ചു പറഞ്ഞു, ഷാഫി പറമ്പിലിനെ വിളിച്ചു, ഞങ്ങൾ ഷാഫിയെ കാണാനൊരു നീക്കം നടത്തി. ആ പുരുഷ കമ്മീഷന് നീക്കവും തടഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. എനിക്ക് യാതൊരു വ്യക്തിപരമായ സൗഹൃദവും ഇല്ല, മമതയും ഇല്ല. രണ്ടാമത്തെ പോയിന്റ്, പക്ഷെ എനിക്ക് മര്യാദയുണ്ട്. ബോധമുള്ള ആർക്കാണെന്ന് ആ കമ്മീഷൻ കൂടെ നിൽക്കാൻ പറ്റിയ രാഹുൽ ആരെ കുറ്റം പറയാൻ പറ്റുക? ഡീൽ ചെയ്യാനുള്ള ഞാൻ ഇടപെട്ട് ക്ഷമിക്കാം, പറഞ്ഞോളൂ. അല്ല പോട്ടെ, അത് മറ്റൊരു വിഷയം പോട്ടെ. ഇത് അല്ല അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നെഹ്റൂവിയൻ ലെഫ്റ്റ് ലിബറൽ സെക്കുലർ പ്രോഗ്രസീവ് ആണ്. അത് തന്നെയാണ് വി ഡി സതീശൻ സാർ. പോട്ടെ, അപ്പം അത് ഞാൻ പറഞ്ഞത്, എനിക്ക് യാതൊരു വ്യക്തിപരമായ താല്പര്യമില്ലാത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നെ എതിർപ്പുമാണ്. രണ്ടാമത്തെ കാര്യം, പക്ഷേ നമ്മൾ മിനിമം മര്യാദയും മാന്യതയും കാണിക്കണം. അതായത് മിനിമം സത്യസന്ധത. നമുക്ക് നമ്മളോടൊരു സത്യസന്ധത വേണം. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അവരുടെ ജീവിതം തകരുന്നതിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നാളെ ഹാഷ്മിക്കെതിരെ, അനിൽകുമാർ സഖാവിനെതിരെ, അല്ലെങ്കിൽ ജിൻഡോ ജോണിനെതിരെ, രാഹുൽ ഈശ്വറിനെതിരെ ഇതേപോലൊരു വ്യാജ പരാതി വന്ന് നമ്മുടെ ജീവിതം, ജോലി, ശമ്പളം എല്ലാം ഇല്ലാതാകും. നമ്മൾ രാഹുൽ മാങ്കൂട്ട രാഹുലെ വ്യാജപരാതി ആര് പറയുന്നേ? രാഹുൽ പറഞ്ഞില്ലല്ലോ വ്യാജപരാതി, അല്ല മാങ്കൂട്ടം പറഞ്ഞില്ലല്ലോ വ്യാജപരാതിയാണ്. ഇത് വ്യാജപരാതിയാണെന്ന് ഞാൻ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ലിബറൽ പ്രോഗ്രസീവ് കളിച്ചോട്ടെ. ഇപ്പോഴും എന്റെ സുഹൃത്തെന്നൊക്കെയാണ് വിളിക്കുന്നത്, വിളിച്ചോട്ടെ. സന്ദീപ് വാര്യരെ കെട്ടിപ്പിടിച്ച് സന്ദീപ് വാര്യർക്ക് ഒരു സല്യൂട്ടും കൊടുത്തുകൊണ്ട് ഞാൻ അവന്തികയുടെ കള്ളം പൊളിച്ചെടുക്കാം. ഓഗസ്റ്റ് 1 8:24 അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിലിന് അങ്ങോട്ട് വിളിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന് അങ്ങോട്ട് സന്ദേശം അയക്കുന്നു. അതിൽ ആ വോയിസ് നോട്ടിൽ ക്ലിപ്പായി, അതായത് മറ്റേ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനായി എനിക്കെന്താ പരാതി കൊടുക്കാൻ അറിയില്ലേ, എനിക്ക് പാർട്ടി വഴി പോകാൻ അറിയില്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ സുഹൃത്താണ്, എനിക്കിങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷമാണോ റേപ്പ് ചെയ്യാൻ തോന്നി എന്ന് പറയുന്നത്? ഓഗസ്റ്റ് 1 വരെ റേപ്പ് ചെയ്യാൻ തോന്നി എന്ന് പറയാത്ത അവന്തിക ഓഗസ്റ്റ് 1 ശേഷം ഈ റേപ്പ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞതിന് എന്താ അർത്ഥം? അല്ല ഭയമാണ് കാര്യം. കള്ളമല്ലേ? അല്ല ഭയമാണ്. അവന്തിക്ക് പുറത്തു വരാൻ പേടിയാണ്. പരാതി കൊടുക്കണ്ടേ? തീർന്നില്ല. ഇല്ല അവന്തിക്ക് പേടിയാണ് പറയാൻ. അല്ലല്ല, എന്താ ഓഗസ്റ്റ് 1 ഈ ഭയം ഇല്ലാത്ത എന്താ? രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ചതല്ലേ? BJPയോ പോട്ടെ, പ്രശാന്ത് ശിവൻ അടക്കമുള്ള ശക്തനായ ഒരു നേതാവിന്റെ അടക്കം സൗഹൃദമുണ്ട്, BJPയോട് ചേർന്ന് നിൽക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിക്കുന്നത് എന്തിനാ? പക്ഷേ മനഃപൂർവ്വം അതിനുശേഷം ഈ വാർത്തകൾ വന്നപ്പം തന്റെയും കൂടെ വാർത്ത ഇരിക്കട്ടെ എന്ന് ചിന്തിച്ച് ആ രീതിയിൽ അവന്തിക കളിച്ചതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തകർന്നു വീണു. അല്ല രാഹുലെ, ഇനി അവന്തിക പറഞ്ഞ ആ പരാതിയിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെക്ക്. തീർക്കട്ടെ സാറേ. ഇനി അവന്തിക പറഞ്ഞ ആ പരാതി എന്തെങ്കിലും കൺഫ്യൂഷൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെക്ക്. ആ കൺഫ്യൂഷൻ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പോ നമ്മളാ ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിന്നാലെ കുറേയധികം പരാതികൾ വന്നു. അത് ചില കള്ളനാണയങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അതിൽ ചില കള്ളനാണയങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല എന്ന് കരുതി എല്ലാ പരാതിയും റദ്ദാവോ? ഇനി അടുത്തത് പറഞ്ഞാണ്. ഞാൻ തീർത്തോട്ടെ. ഞാൻ ടൈമർ വെച്ചല്ലേ തീർത്തോട്ടെ. ഇനി അതിനെക്കുറിച്ച് ഒരു വരി കൂടെ പറയുന്നുള്ളൂ.
ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് ഉണ്ട് എന്നാണ് അവന്തിക പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സംസാരിച്ചപ്പോൾ റേപ്പിന്റെ കാര്യം പറഞ്ഞ് അത് റെക്കോർഡായിട്ടുണ്ടാകും. ഇനി ടെലിഗ്രാമിൽ മെസ്സേജ് ആണെങ്കിൽ അത് ഡിസപ്പിയറിംഗ് ആണെങ്കിലും വേറൊരു ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കാം. അവന്തികയുടെ ഒരു തെളിവുമില്ല. 2, റിനി ആൻഡ് ജോർജിന്റെ ഒരു തെളിവുമില്ല. രാഹുൽ 2020 എനിക്ക് അശ്ലീല മെസ്സേജ് അയച്ചു എന്ന് പറയുന്നു. തെളിവ് എവിടെ? സ്ക്രീൻഷോട്ട് എവിടെ? വേറൊരു ഫോണിൽ ഫോട്ടോ എടുത്ത് എവിടെ? അങ്ങനെ ഒന്നുമില്ല. ഇനിയും ഒരു പോയിന്റ് കൂടെ ഹാഷ്മിയെ കുറിച്ചാണ്. മഹാഭാരതത്തിൽ ഭീഷ്മ പിതാമഹൻ ഒരു ട്രാൻസ്ജെൻഡർ മുമ്പിൽ പകച്ചു നിന്നതിന് ശേഷം വേറെ ആരും ഇത്ര പകയ്ക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അത് ഹാഷ്മിയിൽ ഞാൻ ഇന്ന് കണ്ടു. എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അവന്തിക എന്തിന് മൊഴി മാറ്റി, എന്തിന് സ്റ്റാൻഡ് മാറ്റി, അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ എന്ത് ഭയത്തിന്റെ പേര് വിളിച്ചു, ചുമ്മാ അങ്ങ് പറയുകയാണ്. ഇനി 2 തീർന്നില്ല. കോൺഗ്രസ്സുകാർ സപ്പോർട്ട് ചെയ്യുന്ന രാഹുലെ ഈ അവന്തിക എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വുമൺ ആണ്. ഈ പറയുന്ന രീതിയിൽ ബാക്കിയുള്ളവർക്ക് 10 മിനിറ്റ് കൊടുത്തില്ലേ? പകുതി പറഞ്ഞു തീർത്തോട്ടെ. കോൺഗ്രസിനോട് യാതൊരു ആഭിമുഖ്യവും പ്രത്യേകമായിട്ടില്ല. ശശി തരൂർ സ്വന്തം ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ് അർണബ്ജി, എന്റെ സുഹൃത്തു കൂടായ അർണബ്ജി ക്യാമ്പയിൻ ചെയ്തപ്പോ ശശി തരൂർ വീഴുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചാൻസ് കിട്ടുമെന്ന് വിചാരിക്കുന്നവരാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ പ്രതിരോധിക്കുമെന്നൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വപ്നത്തിൽ വിചാരിക്കരുത്. പക്ഷെ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആൾക്കാർ, മുസ്ലിം ലീഗിന്റെ ആൾക്കാർ, കേരള കോൺഗ്രസിന്റെ ആൾക്കാർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധിക്കണം. എന്തുകൊണ്ട്? ഇതുവരെ ഒരു പരാതിയില്ല, പരാതിയിൽ കേസില്ല, കേസിൽ അന്വേഷണമില്ല, കോടതിയിൽ സമർപ്പിക്കുന്നില്ല, കോടതി വിധിയില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാ രാജിവെക്കുന്നേ? ഇത് മുകേഷിന്റെ കാര്യത്തിൽ ശ്രീ സുരേഷ് ഗോപി മാത്രമാണ് പറഞ്ഞത്. സുരേഷ് ഗോപി കൈ ഉയർത്തി മാധ്യമങ്ങളോട് ചോദിച്ചു, കോടതി എന്തെങ്കിലും പറഞ്ഞോ മുകേഷിനെ കുറിച്ചെന്ന്. കോടതി പറയുന്നത് വരെ ആരും രാജിവെക്കേണ്ട കാര്യമില്ല. ഇവിടെ പരാതിയില്ല, പോലീസ് കേസില്ല, അന്വേഷണമില്ല, കോടതിയുടെ വിധിയോ. രാഹുലെ ധാർമ്മികത എന്നൊരു വാക്കുണ്ടെന്നേ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാ രാജിവെക്കുന്നത്? രാഹുലെ ധാർമ്മികത എന്നൊരു വാക്കുണ്ട്. ധാർമ്മികത എന്നൊരു വാക്കുണ്ട്. ഞാൻ പറയാം ഒന്നല്ല 1-2 ഓഡിയോ ക്ലിപ്പുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഓഡിയോ ക്ലിപ്പുകൾ ഒന്നിൽ പറയുന്നുണ്ട് ഈ പറയുന്ന രീതിയിൽ. ഓർത്തു നോക്കൂ, ഈ ഗർഭിണി എന്ന് പറയുന്ന സമയം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അങ്ങേയറ്റം വൈകാരികമായ സമയമാണ്, അങ്ങേയറ്റം ചേർത്ത് പിടിക്കേണ്ട സമയമാണ്. ഇത് പിതാവാരെന്നറിയാത്ത ഒരു കുഞ്ഞ് വയറ്റിൽ വളരുന്ന ഒരു സ്ത്രീയോട് ക്രൂരമായി പെരുമാറുന്ന വർത്താനം നമ്മൾ കേട്ടു. ക്രൂരമാണ്, മനസാക്ഷി വിരുദ്ധമാണ് അല്ലേ? അത് കേട്ടിട്ടും താങ്കൾ ഈ പറഞ്ഞ കേസ് എന്നൊക്കെ പറയാമോ? ഒരു സെക്കൻഡ് ആ ക്ലിപ്പ് മുഴുവനായിട്ട് ഞാൻ കേട്ടു. എനിക്ക് 10 സെക്കൻഡ് തരണം. ആ ക്ലിപ്പ് മുഴുവനായിട്ട് ഞാൻ കേട്ടു. ആ ക്ലിപ്പ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ ഗർഭിണി എന്നാണ്. എനിക്ക് എന്റെ തല പൊള്ളുന്നു. എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഞാൻ ടെൻഷൻ അടിക്കുന്നു. അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി, കൂടെ ഒരു പെൺകുട്ടി കൂടെ ഉണ്ട്. ഈ പെൺകുട്ടിയുടെ വോയിസ് മാസ്ക് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ ഒരു പെൺകുട്ടി നിന്ന് പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതായത് ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്നു, കൊല്ലാൻ നോക്കുന്നു എന്ന് പറ. ഇത്തരം കാര്യങ്ങൾ പ്രോംപ്റ്റ് ചെയ്ത് രാഹുലിനെ കൊണ്ട് ന്യൂസ് വാല്യൂ ഉള്ള വേർഡ്സ് ഇടിയിക്കുകയാണ്, അതായത് കൊല്ലുന്നതിനെ കുറിച്ച്. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷമിച്ച് ചോദിക്കുകയാണ്, നീ എന്താ സിനിമാ കഥ പറയുകയാണോ? എന്ത് ഭ്രാന്താണ് നീ പറയുന്നതെന്ന്. ദൈവത്തെ ഓർത്ത് രാഹുലിനെതിരെ കേസെടുത്ത് അന്വേഷിക്ക്. അനിൽകുമാർ സഖാവ് പറഞ്ഞതുപോലെ ഒരു കുട്ടിയെ കൊന്നിട്ടുണ്ടെങ്കിൽ കേസെട്. പക്ഷെ ഒരു കേസുമില്ല, അന്വേഷണവും ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റുന്നതിൽ എന്തർത്ഥമാണ്? അല്ല രാഹുൽ ഈശ്വർ, എല്ലാത്തിനെയും നമുക്ക് നിയമത്തിന്റെ കള്ളിയിൽ എല്ലാത്തിനെയും നമുക്ക് ഇപ്പൊ നോക്കൂ അവിടെ ഉമാ തോമസ് എം എൽ എ രാജിവെക്കണമെന്ന് പറയുന്നു, കെ രമ എം എൽ എ രാജിവെക്കണമെന്ന് പറയുന്നു, ഇവിടെ ദീപ്തി മേരി വർഗീസ് രാജിവെക്കണമെന്ന് പറയുന്നു, ഷാനിമോൾ ഉസ്മാൻ പറയുന്നു പൊതുപ്രവർത്തനം നിർത്തണമെന്ന് പറയുന്നു, ഷമാ മുഹമ്മദ് പറയുന്നു, ഇവിടുത്തെ കോൺഗ്രസിന്റെ സകല നേതാക്കളും വനിതാ നേതാക്കളും ഒക്കെ പറയാ. അവരെന്തുകൊണ്ടാ പറയുന്നത്? അവർ പറയുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ നേതാവിന് ഉണ്ടാവേണ്ട ഈ പറയുന്ന പ്രോജ്വലമായ ധാർമ്മികത എന്താണ് ബലി കഴിച്ചു രാഹുൽ എന്നതുകൊണ്ടല്ലേ പറയുന്നേ? ഞാൻ 2 വരി പറയാൻ അവസരം തന്നെ. 2 വരി. ഒന്ന്, കമ്മ്യൂണിസ്റ്റുകാർ കൂടെ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം പ്രതിരോധിക്കും, പിന്നീട് അന്വേഷിക്കും. BJP-ക്കാർക്ക് കൂടെ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആദ്യം പ്രതിരോധിക്കും, പിന്നീട് അന്വേഷിക്കും. കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ആദ്യം വലിച്ച് താഴെ ഇടും, ആ സ്ഥാനത്ത് കയറിയിരിക്കാൻ നോക്കും, പിന്നീട് അന്വേഷിക്കും. ആ പരിപാടി നടക്കില്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധിക്കാൻ ജനങ്ങൾ ഇറങ്ങണം. കാര്യം ഉമാ തോമസ് മാഡത്തോടാണ്. മാഡം, എന്റെ വീട്ടിൽ 2 ആൺകുട്ടികളാണ് വളർന്നു വരുന്നത്. നാളെ വ്യാജ പരാതിയിൽ അവരുടെ ജീവിതം ഇല്ലാതാകരുത്. നാളെ രാഹുൽ ഈശ്വറിനോ ഹാഷ്മിക്കോ ഇത് പറ്റാം, നാളെ ജിൻഡോ ജോണിനോ അനിൽകുമാർ സഖാവിനോ ഇത് പറ്റാം. ഏതെങ്കിലും ഒരു പരാതി വന്നാൽ നമ്മുടെ ജോലി, നമ്മുടെ ജീവിതം പോകുന്ന ഈ പരിപാടി അവസാനിപ്പിച്ചേ പറ്റൂ. കാര്യം നാളെ ഏതൊരു പുരുഷനെയും ഇതേപോലെ ആക്രമിക്കാൻ ഒരു അവസരമുണ്ട്. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടുകയാണെന്ന് പറയാൻ കോൺഗ്രസ്സുകാർക്ക് നട്ടലുണ്ടാകണം, സത്യസന്ധത ഉണ്ടാകണം. ഇനി രാഹുൽ മാങ്കൂട്ടം, ഇനി ഒരു കാര്യം കൂടെ തുറന്നു പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചാരയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടലിന്റെ ചെവിക്ക് പിടിച്ചൊരു കിഴുക്ക് കൊടുത്ത്, മേലാ നീ ഇത്തരത്തിൽ ഫ്ലേർട്ട് ചെയ്ത് നടക്കരുത്, മര്യാദ കാണിക്കണം, മാന്യത കാണിക്കണം എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉപദേശം നന്നാക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന്റെ പേരിൽ ക്രിമിനൽ കുറ്റം ചെയ്യാത്ത എന്തോ പറയുന്നേ രാഹുൽ എന്തോ പറയുന്ന പോലെ ധാരണയുണ്ടോ? അല്ലല്ല രാഹുൽ ഈശ്വർ എന്തോ പറയുന്ന പോലെ ധാരണയുണ്ടോ? എന്തോ പറയുന്ന ധാരണയുണ്ട്. ഇവിടെ ഒരു ഗർഭിണിയായ സ്ത്രീയെ ഉപദ്രവിക്കുന്നു, ഒരു ഗർഭിണിയായ സ്ത്രീയെ മാനസികമായി പീഡിപ്പിക്കുന്നു, നിന്നെ കൊല്ലാൻ സെക്കൻഡുകൾ മതിയെന്ന് പറയുന്നു. എന്നാ പെൺകുട്ടി പറയുന്നു.
ഒരു സെക്കൻഡ് ഹാഷ്മി, ഇത് മനഃപൂർവ്വം പറയിക്കാൻ വേണ്ടി ആ സ്ത്രീ പറഞ്ഞതാണ്. എങ്ങനെയാണ് ആ പെൺകുട്ടി ആദ്യം അങ്ങോട്ട് പറയുന്നു നിനക്കെന്നെ കൊല്ലാൻ പറ്റുമോ. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഈ ഉത്തരം പറയിപ്പിക്കാൻ രാഹുൽ ഈശ്വരോട് ചോദിക്കുകയാണ് നിനക്കെന്നെ കൊല്ലാൻ പറ്റുമോ. രാഹുൽ ഈശ്വർ ഉടനെ പറയുമോ നിന്നെ കൊല്ലാൻ എത്ര സെക്കൻഡ് വേണം എന്ന് രാഹുൽ ഈശ്വർ പറയോ? ഇല്ല. ഞാൻ പറയോ? ഇല്ല. നമ്മുടെ ഊരിലെ ചിന്ത വരില്ല. അവര് വൈകാരികപരമായി വ്യക്തിപരമായി അവരുടെ പ്രൈവസിയിൽ സംസാരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയല്ല. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി പരാതി കൊടുക്കട്ടെ, കേസ് കൊടുക്കട്ടെ, ആ കേസിന്റെ മേൽ കേസ് എടുക്കട്ടെ. അല്ലാതെ ഏതർത്ഥത്തിലാണ് അത് അന്വേഷിക്കുന്നത്? പോലീസുകാരന്റെ ഇതുവരെ കേസ് എടുക്കാത്തത്. രാഹുൽ ഈശ്വർ, ഞാൻ തൈപ്പയിന്ന് എന്തോ ഹഫീസോ ആരൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്, അത് കേസൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ എന്തായാലും പരാതി അങ്ങനെ കാര്യമായ ഏതെങ്കിലും വിരകളുടെ പരാതി ഒന്നും വന്നിട്ടില്ല. മാത്രമല്ല എല്ലാ കാര്യങ്ങളും അത്തരത്തിൽ പരാതിയുടെ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. ജിൻഡോ, ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിനോട് കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുള്ളതാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. എനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതിയുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള FIR ഉണ്ടോ, ഏതെങ്കിലും തരത്തിൽ എനിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ, മുകേഷിനെതിരെ FIR ഉണ്ടല്ലോ, മുകേഷിനെതിരെ പരാതി ഉണ്ടല്ലോ, മുകേഷ് രാജിവെച്ചോ തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ പറയുന്നത് ഇന്നിപ്പോൾ അവന്തികയുടെ ചാറ്റ് പുറത്തു വിടുന്നത് പോലെ ജിൻഡോ എല്ലാ ചാറ്റും ഏകപക്ഷീയമാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവല്ലോ. അതൊക്കെ വെച്ചിട്ടുള്ള പ്രതിരോധമാണ് രാഹുൽ ഉയർത്താൻ പോകുന്നത്. അതിന്റെ സാമ്പിൾ അതാ രാഹുൽ ഈശ്വർ പറയുന്നത്. ജിൻഡോ, അല്ല, ഞാൻ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് എനിക്ക് ആ രീതിയിൽ അതിന് മറുപടി പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗം കൂടി പരിശോധിക്കപ്പെടേണ്ടതാണെന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിനെ കേൾക്കാനുണ്ടല്ലോ കോൺഗ്രസ്, അദ്ദേഹത്തിന് അതിനുള്ള അവസരമാണല്ലോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തിടുക്കപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഇത്തരം രൂക്ഷമായിട്ടുള്ളൊരു പരാതി വന്നപ്പോൾ സംഘടനാപരമായ നടപടിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ ധരിപ്പിച്ചു. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ച എത്തരത്തിൽ വേണമെന്ന് മറ്റാളുകൾ എങ്ങനെ പറഞ്ഞാൽ ശരിയാവണം. ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ അകത്ത് നടക്കുന്ന ചർച്ചകൾ അതെങ്കിലും ചർച്ച ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കൂ. ബാക്കി പുറത്തെ ചർച്ചകൾ മാധ്യമങ്ങളും മറ്റാളുകളും നിരീക്ഷകരും ആര് വേണമെങ്കിലും ചർച്ച ചെയ്തോട്ടെ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ചർച്ചകൾ നടക്കുന്നു. അപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന പെൺകുട്ടികളെ പ്രതിസ്ഥാനത്ത് അതൊക്കെ ഓരോരുത്തരുടെയും മൂല്യബോധം അനുസരിച്ചിട്ട് നടക്കട്ടെ. പക്ഷേ കോൺഗ്രസിനകത്ത് കൃത്യമായിട്ടുള്ളൊരു ധാരണയിൽ അക്കാര്യത്തിൽ ഉന്നത നേതാക്കന്മാരെല്ലാം ചേർന്ന് പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനത്തിൽ ചർച്ചകൾ നടത്തി ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് ഞങ്ങൾ പറയുന്നതായിരിക്കും. പിന്നെ എനിക്ക് ആ കാര്യത്തിൽ ഒരു കാര്യം കൂടി അനിൽകുമാർ എന്നോടൊരു സൂചിപ്പിക്കാനുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണഘടന അനുസരിച്ചിട്ട് പീഡനവീരനായിട്ടുള്ള ആൾക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ചിട്ടൊക്കെ നടപടി എടുത്തോളാം. ഇവിടെ പീഡനവും ബലാത്സംഗവും ഒക്കെ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ ഭരണഘടനയ്ക്ക് അനുസരിച്ചിട്ടാണോ? മുകേഷ് ബലാത്സംഗ കേസിൽ ഒളിവിപ്പോവുകയും പിന്നീട് കോടതിയിൽ കേസും നിലവിലുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങൾ അയാളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ഭരണഘടന അനുസരിച്ചിട്ട് പീഡനവും ബലാത്സംഗവും ചെയ്യുന്നവരെ സംരക്ഷിക്കാമെന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഞങ്ങളെ ഒരു പരിധിക്കപ്പുറത്ത് ഞങ്ങളുടെ പാർട്ടിയിലെ ഒരാൾക്ക് വന്നിട്ടുള്ള ഒരു ജാഗ്രതക്കുറവ്, ഒരു വീഴ്ച, അതിൻ്റെ പേരിൽ പാർട്ടി ആകമാനം തീരുമാനിച്ചാണ് നടപ്പാക്കിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ രാഷ്ട്രീയം അതേ രീതിയിൽ തന്നെ രാഷ്ട്രീയം പറയണം. കാരണം ഒരു വ്യക്തിയും കമ്മിറ്റി കൂടി ആലോചിച്ചിട്ടല്ലല്ലോ ഇത്തരം കാര്യങ്ങൾക്ക് പോകുന്നത്. ഒരാളുടെ സ്വകാര്യ ജീവിതത്തിൽ ഒരു വരി പറഞ്ഞിട്ട് പോണേ ഒരു വരിയേ എടുക്കും. മുകേഷിനെതിരെ വ്യാജ പരാതിയാണ്. കോടതിയുടെ അടക്കമുള്ള ഒബ്സർവേഷൻസ് ഉണ്ട്. 10 വർഷം മുമ്പ് തന്റെ മകൻ കുറ്റപത്രം സമർപ്പിച്ച അങ്ങനെ പറഞ്ഞു പോലെ രാഹുലെ രാഹുൽ അങ്ങനെ പറഞ്ഞു പോലെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ തമിഴ്നാട്ടിൽ അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിൽ അറസ്റ്റ് ചെയ്തെങ്കിൽ ആ സ്ത്രീ പിടിക്കാവോ? ഇല്ലല്ലേ രാഹുൽ ഈശ്വറെ ആ സ്ത്രീ വേറൊരു കേസിൽ അറസ്റ്റ് ചെയ്തെങ്കിൽ ആ സ്ത്രീ ഉപദ്രവിക്കാവോ? അറസ്റ്റ് ചെയ്ത ആ സ്ത്രീ ഉപദ്രവിക്കാവോ? അതാണ് ഇല്ല ആ സ്ത്രീയെ വേറൊരു കേസിൽ അറസ്റ്റ് ചെയ്താൽ ആ സ്ത്രീ ഉപദ്രവിക്കാവോ ആർക്കും? അങ്ങനെ പറഞ്ഞു പോലെ ജീവിക്കാൻ അവസരം ഉണ്ടെന്ന്. ജിൻഡോ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ MLA പദവി, അദ്ദേഹത്തിന് കിട്ടിയ അധ്യക്ഷ പദവി, ഇതൊക്കെയും ഈ പറയുന്ന പരിപാടികൾക്ക് ഉപയോഗിക്കുകയായിരുന്നു എന്ന് സംശയിക്കുന്നവരിൽ കോൺഗ്രസിന്റെ നേതാക്കളല്ലേ കൂടുതൽ? CPM രാജി ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ തീവ്രമായി രൂക്ഷമായി കോൺഗ്രസ് രാജി ആവശ്യപ്പെടുന്നേ. അല്ല ഹാഷ്മി, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് അനിലേട്ടൻ പറഞ്ഞതിനോട് ചേർക്കാനുണ്ട്. ഒന്ന്, ഈ നമ്മൾ അവസരം കൊടുത്ത് വീണ്ടും അവസരം കൊടുക്കുന്നത് ഇത്തരക്കാരെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. അത് കോൺഗ്രസിലെ VD സതീശനുള്ള നേതാക്കന്മാർ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് പീഡകർക്ക് പിന്തുണ കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ P ശശിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി നിർത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ്?
അതിനുശേഷം CKP പത്മനാഭൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ പി ശശിയെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകളുണ്ടല്ലോ, തൻ്റെ മകൾക്കെതിരെ പോലും പി ശശി നടത്തിയിട്ടുള്ള ആക്ഷേപത്തെക്കുറിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം രോഗിയാക്കപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതേ പി ശശിയെ ഇന്ന് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഉപദേശകനായിട്ട്, രാഷ്ട്രീയ ഉപദേശകനായിട്ട് വെച്ചിരിക്കുന്നത് പിണറായി വിജയൻ പി ശശിയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നൽകുന്ന സംരക്ഷണമാണോ? അപ്പോൾ രാഷ്ട്രീയമായിട്ട് പറഞ്ഞാൽ എന്നെക്കൊണ്ടും നിങ്ങൾ രാഷ്ട്രീയമായിട്ട് പറയിപ്പിക്കും. നമുക്ക് അങ്ങനെയല്ല ഇത് പറയേണ്ടത്. ഇനി ഹാഷ്മി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കോൺഗ്രസിനകത്ത് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും പറയുന്നുണ്ട്. അതിന് കാരണം കോൺഗ്രസിനകത്ത് അത്തരം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ പിണറായി വിജയൻ ഇരിക്കടാന്ന് പറയുമ്പോൾ എല്ലാവരും ഇരിക്കുകയും നിൽക്കടാന്ന് പറയുമ്പോൾ നിൽക്കുന്നുമല്ല. ഇതിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, ആളുകൾ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയുന്നു. അതിനേക്കാൾ അപ്പുറത്ത് പാർട്ടി കൂടി ആലോചിച്ച് വേണ്ട നടപടികൾ ഉചിതമായ സമയത്ത് ചെയ്യും. മറ്റേതെന്തായിരുന്നു ഹാഷ്മി ചോദിച്ച് ഞാൻ വിട്ടുപോയി. എന്തായാലും ഞാനും വിട്ടുപോയി. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ താമസിച്ചു. ജിൻഡോ, ശ്യാൽകുമാർ അല്ലേ? ഓക്കെ, ശ്യാൽകുമാർ, ഇവിടെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന ഒരാൾ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച ചരിത്രം നമുക്കുണ്ട്. മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞ CPM നേതാക്കൾ വേറെയുണ്ട്. ആനിരാജ മാത്രമാണ് കേട്ടോ അന്ന് മുകേഷ് രാജിവെക്കണം എന്ന കർശനമായ നിലപാട് പറഞ്ഞത്. ഇവിടെ അങ്ങനെ രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന് ഒരു വനിതാ നേതാവും പറഞ്ഞിട്ടില്ല. എൻ്റെ ആദ്യ ചോദ്യമാണ് അതോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ഒരു നല്ല കീഴ്വഴക്കത്തെ തുടക്കമല്ലേ? അതിനെ സ്വാഗതം ചെയ്യണ്ടേ ശ്യാൽകുമാർ? അല്ല, ഞങ്ങളിപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരാൾ അധികാരസ്ഥാനത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ അധികാരസ്ഥാനം ഉപേക്ഷിക്കണം. പരാതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അധികാരസ്ഥാനത്തിൽ തുടരാൻ പാടില്ല. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പേരിൽ ആക്ഷേപം വന്നു. ആക്ഷേപം വന്നത് ഒരു ADMന്റെ മരണത്തിന് സഹായകരമായ വിധം അവരുടെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു വരി വന്നു എന്നുള്ള ആക്ഷേപമാണ്. ജില്ലാ പഞ്ചായത്തിന് പ്രസിഡന്റും പോലീസുമായിട്ട് നേരിട്ട് ബന്ധമില്ല. പക്ഷെ ആ സ്ഥാനം രാജിവെപ്പിച്ചു. ആ സ്ഥാനം രാജിവെപ്പിച്ചത് അധികാരസ്ഥാനമാണ് രാജിവെച്ചത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചില്ല. അതുകൊണ്ട് ഏതെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സ്ഥാനം ഈ ഘട്ടത്തിൽ രാജിവെക്കുക എന്ന നേരം CPM ഇടതുപക്ഷം ഒരു കാലത്തും എടുത്തിട്ടില്ല. ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെയാണ് ആക്ഷേപത്തിന് വിധേയമായ കാര്യങ്ങളെല്ലാം ചെയ്തത്. കോൺഗ്രസ്സുകാരല്ലാത്ത മറ്റെവിടെങ്കിലും അദ്ദേഹം ഇങ്ങനെ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ പോയൊരു സ്ഥലമായിട്ട് ആക്ഷേപിക്കപ്പെടുന്നതാണ് അവന്തികയുടെ കേസ്. ബാക്കി മുഴുവൻ കോൺഗ്രസ്സാണ്. കോൺഗ്രസിന്റെ ക്യാമ്പിൽ പങ്കെടുത്ത പെൺകുട്ടികൾക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് എറണാകുളത്തെ ജില്ലാ സെക്രട്ടറി പറയുന്നത് തെറ്റാണെങ്കിൽ അയാളെ പുറത്താക്കുക. ഇവന്തായാലും ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ പറയുന്നത് ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. സിനിമയ്ക്ക് വേണ്ടിയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ശബ്ദത്തിൽ അവരോട് സംസാരിക്കുന്നത്? നിങ്ങൾ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ. 2, ഇവരെ ഗർഭിണിയായ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഈ MLA പറയുന്ന ഒരു ശബ്ദം അതിൽ കേൾക്കുന്നുണ്ട്. എന്താ പറയണത്? നമ്മളുടെ ധാരണ അങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്താണ് ധാരണ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്ലാസ് എടുക്കാൻ വിളിക്കുക. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനത്തിലോ സംസ്ഥാന കമ്മിറ്റിക്കോ ക്ലാസ് എടുക്കാൻ വിളിക്കുക. അബോർഷന്റെ ക്ലാസ്സാണ് എടുക്കേണ്ടത്. പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടില്ലേ? രാഹുൽ ഈശ്വർ സമ്മതിച്ചോ? ഞാൻ പറയുന്നത് ഇങ്ങനെ അപജയപ്പെട്ട ഒരാൾ പാലക്കാട് MLA ആയിട്ട് നടക്കണമെന്ന്. വീട്ടിൽ ഇരിക്കരുത്. കോൺഗ്രസ്സുകാർ അളെ എഴുന്നള്ളിച്ചുകൊണ്ട് ഷാഫി പറമ്പിലും സതീശനൂടെ കേരളം മുഴുവൻ നടക്കണം. തൽക്കാലം ഒരു രാജി കൊണ്ട് മുഖം രക്ഷിക്കാമെന്നാണ് സതീശൻ കരുതുന്നത്. സതീശൻ അങ്ങനെ മുഖം രക്ഷിക്കാനാവില്ല. സതീശനാണ് ഈ ക്രിമിനലിനെ MLA ആക്കിയത്. പെൺകുട്ടികൾ തന്നെ ഇയാൾ ക്രിമിനലാണ് എന്ന് പറയുന്ന ആളെ MLA ആക്കിയത് സതീശനാണ്. ഞാൻ പേര് ചോദിക്കുന്നു. ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ ട്രാപ്പ് ചെയ്യുന്നു. ഒരു ഫെനിയുടെ പേര് കേട്ടോ അതിൻ്റെ അകത്ത്? ഏത് ഫെനി? ഈ പറയുന്ന വ്യാജ തിരിച്ചൽ കാർഡ് കേസിലെ പ്രതി, പാലക്കാട്ടെ നീലപ്പെട്ടി കൊണ്ട് നടക്കുന്ന ഫെനി. ഈ ഫെനി ആരാ? യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ക്രിമിനൽ സംഘത്തിന്റെ കയ്യിലാണ്. അതാണ് ഫെനി. ഫെനിയുടെ പേര് എന്നാ നടപടി എടുക്കും? ഫെനി ഇദ്ദേഹം കൂടെ ചെന്നിട്ടാണ് ആ കുട്ടിയെ ഒരു ലോഡ്ജിന് മുറിയെടുത്തിട്ട് ആ ദിവസം ഈ പറയുന്ന ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായെന്ന് പറയുന്നത്. പ്രശ്നം എന്താണ്? ഇവരെ ഇങ്ങനൊരു കാര്യം വന്നാൽ ഉടനെ CPM ഇങ്ങനെ ആക്രമിക്കുകയാണ്. ഞങ്ങളെ കുറെ നേതാക്കന്മാരുടെ പേരങ്ങ് പറഞ്ഞാൽ ഞങ്ങളങ്ങ് വട്ടപൂജയാവും. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞത് CPM നിലപാട് അത്തരത്തിൽ ആരോപണം ഉണ്ടാകുമ്പോൾ ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണല്ലോ ശ്രീ കേൾകുമാർ. ആ ബോധ്യം രാഹുലിന് ബാധകമാണോ? അതാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പരാതി കിട്ടിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അയാളുടെ സ്ഥാനം ഏതാണെങ്കിലും ജനപ്രതിനിധിയുള്ള സ്ഥാനം ഏതാണെങ്കിലും ആദ്യം ചെയ്യുന്ന കാര്യം അധികാര സ്ഥാനമാണ് രാജിവെപ്പിക്കും.
രണ്ട് പാർട്ടിപരമായ നടപടി വരും. നടപടി വരുമ്പം പരാതിയുടെ ഉള്ളടക്കം വെച്ചല്ലേ നടപടി എടുക്കേണ്ടത്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തികൾ, ഇപ്പോൾ ഇവിടെ ഒരു പേര് പറഞ്ഞു, മറ്റു വ്യക്തികൾ ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീകളെ ശാരീരികമായി ഇങ്ങനെ റിലേഷൻഷിപ്പിൽ ഉണ്ടായി എന്ന് പരാതി പാർട്ടിയുടെ മുന്നിൽ വന്നിട്ടില്ല. മുകേഷിനെതിരെ ഉണ്ട്, കുറ്റപത്രമായിട്ടുണ്ട്. കെ ശശിയില്ല. ഇവർ ഞങ്ങളുടെ പാർട്ടി ആരുടെ പേര്? മുകേഷിനെതിരെ കുറ്റപത്രമുണ്ട്. മുകേഷിനെതിരെ കുറ്റപത്രമുണ്ട്. ആരുടെ പേരില്? മുകേഷ് പാർട്ടി മെമ്പർ അല്ലല്ലോ. മുകേഷ് പാർട്ടി മെമ്പർ അല്ലെന്ന് ഞാനിതല്ലേ പറയണത്. മുകേഷ് MLA പാർട്ടി മെമ്പർ അല്ല. അതുകൊണ്ടാണോ രാജിവെക്കാത്തത്? പാർട്ടി മെമ്പർമാരെ അവരുടെ പേരില് അല്ല, അത് നമ്മൾ ഈ അവസരവാദ ധാർമ്മികത എന്ന് പറഞ്ഞ് അങ്ങനെ പറയരുത്. നമ്മൾ ഈ സ്ത്രീത്വത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരു കാര്യം പറയുന്നത്, മുകേഷ് പാർട്ടി മെമ്പർ ആണെങ്കിലും അല്ലെങ്കിലും പീഡിപ്പിക്കാൻ പറ്റത്തില്ല. ആർക്കായാലും സ്ത്രീകളെ ഉദ്ധരിക്കാൻ പറ്റില്ല. പറയട്ടെ ഞാൻ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ അപമാനിച്ചതിനെ കുറിച്ചാണ് മറുപടി പറയുന്നത്. കാശ്മീരും കൂടെ കൂടിയോ കോൺഗ്രസ്സുകാരൻ്റെ കൂടെ കൂടിയോ? പി ശശിയുടെ പേര് ഇവിടെ പറഞ്ഞില്ലേ? ഞാൻ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മെമ്പർ പാർട്ടിക്ക് ഒരു പരാതി തന്നു. എന്തിനാ പാർട്ടിക്ക് പരാതി തരുന്നത്? ക്രിമിനൽ നടപടി നിയമപ്രകാരം തീർക്കാനല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ നിയമപ്രകാരം, ഭരണഘടന പ്രകാരം 19-ാം വകുപ്പ് പ്രകാരമുള്ള അച്ചടക്ക നടപടി അവരുടെ പേരിൽ എടുക്കണം. എന്താണോ പരാതി, ആ പരാതിയുടെ ഗൗരവം മനസ്സിലാക്കി ഉള്ള അച്ചടക്ക നടപടി അതാത് കാലഘട്ടത്തിൽ എടുക്കും. ഒരു അച്ചടക്ക നടപടി എടുത്തു എന്നുള്ളത് കൊണ്ട് ലോകാവസാനാവില്ല. പരാതിക്കാർക്ക് തൃപ്തിയാകുന്ന വിധം ഒരു നടപടി സ്വീകരിച്ച് അവസാനിപ്പിക്കും. പരാതിയുടെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ്. അതീവ ഗൗരവതരമായ കുറ്റകൃത്യമാണ്, പുറത്താക്കൽ വരെ ഉണ്ടാവും. ഇല്ലെങ്കിൽ മറ്റു പല നടപടികളുമാകും. ഇവിടെ പ്രശ്നം എന്താണ്? ഈ ഒരൊറ്റയാൾ പോലും പുറത്തിറങ്ങി പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടില്ല. ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് CKP പത്മനാഭനെ കുറിച്ചൊന്ന് ചോദിക്കുക. ഹർഷൽകുമാർ, ആദ്യഘട്ടത്തിൽ ഞാൻ ഇടപെടാതെ കേട്ടു. പത്മനാഭന്റെ കാര്യം പറയാമല്ലോ. CKP പത്മനാഭന്റെ പേരില് സാമ്പത്തിക അഴിമതിയുടെ കാര്യത്തിൽ കേരള കർഷക സംഘത്തിന്റെ സംസ്ഥാന ചുമതലക്കാരനായിരിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ അന്ന് ട്രഷററാണ്. സമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, കണക്കെനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, കണക്കെനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, പിന്നീട് പരിശോധിക്കും. പിന്നീട് പരിശോധിച്ചപ്പോൾ ഉണ്ടായ ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് CKP അധികം നിൽക്കാൻ സമയം ഇടപെടൽ പോകണം. ക്ഷമിക്കണം, എന്നോട് ഞാൻ ആദ്യഘട്ടത്തിൽ എല്ലാവരും സംശയം ഇടപെട്ടതല്ല. ഇടപെടണം. ജിൻഡോ ഇന്ന് PK സമിതി പറയുന്നുണ്ട്, PK ശശിക്കെതിരെ നടപടിയെടുത്ത കാര്യം പറയുന്നുണ്ട്. തീവ്രതയുടെ കാര്യം പറഞ്ഞത് അവരെല്ലെന്നും നിയമസഭയിൽ ഒരാളാണെന്ന്. പക്ഷേ നടപടിയെടുത്ത കാര്യം പറയുന്നുണ്ട്. P ശശിക്കെതിരെ നടപടി കാര്യം അനിൽകുമാർ പരോക്ഷമായി പറയുന്നുണ്ട്. ഇനി ആർക്കെതിരെ നടപടി എടുത്താലും ഇല്ലെങ്കിലും, മുകേഷ് രാജിവെച്ചാലും ഇല്ലെങ്കിലും, വാട്ടബോട്ടറിയുടെ ഗതികേട് കേരളത്തിന്റെ ഗതികേടാണെന്ന് സമ്മതിക്കുന്നു. പക്ഷേ ആ വാട്ടബോട്ടറിയിലേക്ക് കോൺഗ്രസ് നോക്കില്ല എന്നതാണ് എൻ്റെ പ്രതീക്ഷ. ജിൻഡോ? അല്ല, ഞാൻ പറയുന്നത്, ഞാൻ വാട്ടർ ബാറ്ററി അല്ല പറയുന്നത്, എൻ്റെ നിലപാടൊന്നുമല്ല. പക്ഷെ ഞാൻ ഇതിലൊരു കാര്യം അദ്ദേഹത്തോട് പറയാനുണ്ട്, അനിൽകുമാറുണ്ട്. ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവർ മാത്രം രാജിവെച്ചാൽ മതി, അതുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെക്കേണ്ട. അന്ന് ഇത്തരം കാര്യങ്ങളിൽ CPM നേതാക്കന്മാർ പെട്ടപ്പോൾ അവർ നിലപാടെടുത്തെന്ന് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അധികാര സ്ഥാനത്തല്ല ഇരിക്കുന്നത്, MLA സ്ഥാനത്താണല്ലോ. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ലോജിക്ക് അനുസരിച്ചിട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ട് MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി എന്തുകൊണ്ടാണ് PK ശ്രീമതിയും CPMന്റെ നേതാക്കന്മാരും സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്കത് ചോദിക്കാൻ അർഹതയില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞത് മുകേഷ് പാർട്ടി മെമ്പർ അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയില്ലെന്ന്. അതായത് പാർട്ടി മെമ്പർ അല്ലാത്ത, പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച MLA ബലാത്സംഗ കേസിൽ പ്രതിയായാൽ പോലും ഒരു കുഴപ്പമില്ല. പാർട്ടി മെമ്പർ അല്ലാത്ത, പാർട്ടിക്ക് വേണ്ടപ്പെട്ടവൻ ബലാത്സംഗം ചെയ്താലും കുഴപ്പമില്ലെന്നാണോ CPMന്റെ സ്റ്റാൻഡ്? അപ്പോൾ CPMുമായിട്ടല്ല ഞങ്ങളെ കമ്പയർ ചെയ്യുന്നത്. ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. തുടർ നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നു. ഈ പരാതിയുടെ ആഴവും പരപ്പും ഒക്കെ നോക്കിയിട്ട് നടപടികൾ സ്വീകരിക്കും. ഇനി പാർട്ടി ക്ലാസ്സുകൾക്ക്, അതായത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും പാർട്ടി ക്ലാസ്സുകൾ എടുക്കാനായിട്ട് താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വിടണം എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ മഹിളാ അസോസിയേഷന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി വിടുന്നത് P ശശിയെയും PK ശശിയെയും മുകേഷിനെയും ഗണേഷിനെയും ശശീന്ദ്രനെയും ശ്രീരാമകൃഷ്ണനെയും അതുപോലെ തോമസ് ഐസക്കിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ആർഷോയൊക്കെയാണോ?
അല്ലെങ്കിൽ ബീഹാറിലെ ഗർഭത്തിന് ഡൽഹിയിലെ ആശ്വാസം ബോംബെ എന്താണ്? ഹൈക്കോടതി അല്ലല്ല, ഞാൻ- അല്ല ASFന്റെ ഒരു വനിതാ സഖാവിന് അല്ല ഞാൻ പറയാം അല്ലല്ലെന്ന് പറയില്ല ഞാൻ പറയട്ടെ ഹാഷ്മി ഞാൻ പറയട്ടെ ആർക്കും ആരാ ASFന്റെ ഒരു വനിതാ നേതാക്കന്മാരെ അപമാനിക്കുന്ന പണിക്ക് ഹാഷ്മി കൂട്ടുനിൽക്കരുത്. ആ, ഓക്കെ. അല്ല, ഞാൻ ഈ ശരി, പണി പറയുകയാണ്. ശരി, സമയം പൂർണ്ണമായി. സമയം ശരി. അന്തസ്സില്ലായ്മ നടത്തിയിട്ട് നേതാക്കൾ ചെടുവാരി എറിയാൻ വേണ്ടി തോന്നിവാസം ധിക്കാരമായിട്ട് കുറെ തെമ്മാടികൾ ചർച്ച എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അത് സ്വപ്ന സുരേഷ് പറഞ്ഞു. ഇല്ല ഒന്നും തെളിവില്ല. ഓക്കെ. നിങ്ങൾ ഞങ്ങളുടെ കുറെ നേതാക്കന്മാരെ അപമാനിക്കാൻ കുറെ തെമ്മാടികൾ ഇറങ്ങിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനും സതീശനും ഓക്കെ. എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ എല്ലാവർക്കും മതിയായ സമയം കിട്ടിയതാണ് സംസാരിക്കാൻ. എന്തായാലും നമുക്ക് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ വാർത്താ സമ്മേളനമായിരുന്നു. നാളെയും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണ് ഡിഫൻസ് നോക്കാം. ആ ഡിഫൻസിനെ കോൺഗ്രസ് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്.